നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങളെല്ലാവരും എനിക്കൊരു ചെറിയ ലൈക്ക് തന്ന് സഹായിക്കണേ. കേരളത്തിൽ നിന്നും ഡയറക്റ്റ് തിരുപ്പതി പോകാനും തിരുപ്പതിയിൽ നിന്ന് ഡയറക്റ്റ് തിരിച്ച് കേരളത്തിലേക്ക് വരാനും സാധിക്കുന്ന ഒരു അടിപൊളി ട്രെയിനെ പറ്റിയിട്ടുള്ള പൂർണ്ണമായ വിവരണമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. ഈ ഒരു ട്രെയിനിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത സ്ലീപ്പറോ AC ബുക്ക് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ പോലും നമുക്ക് പലപ്പോഴും ജനറൽ ടിക്കറ്റ് എടുത്ത് യാത്ര ആരംഭിച്ച് പിന്നീട് ടിക്കറ്റ് നമുക്ക് സ്ലീപ്പറിലേക്കോ AC കൺവേർട്ട് ചെയ്ത് കൺഫേം ആക്കാൻ നല്ല സാധ്യതയുള്ള ഒരു ട്രെയിനാണിത്. കുറച്ചുകൂടി വ്യക്തമായി പറഞ്ഞാൽ ജനറൽ ടിക്കറ്റ് എടുത്ത് TTയോട് സംസാരിച്ച് നമുക്ക് ടിക്കറ്റ് കൺവേർട്ട് ചെയ്യാനായി സാധിക്കും. ഇനി സ്ലീപ്പർ ടിക്കറ്റോ AC ടിക്കറ്റോ ബുക്ക് ചെയ്ത സമയത്ത് വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ പോലും മറ്റു പല ട്രെയിനുകളെ അപേക്ഷിച്ച് കൺഫേം ആകാനുള്ള ചാൻസും ഈ ഒരു ട്രെയിന് വളരെ കൂടുതലാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കേരളത്തിൽ നിന്നും തിരുപ്പതി യാത്രക്കാരെ പ്രധാനമായും ലക്ഷ്യമാക്കി സർവീസ് നടത്തുന്ന ഒരു ട്രെയിനാണിത്. അതുകൊണ്ട് തന്നെ തിരുപ്പതി ദർശനത്തിന് പോകുന്നവർ ഒരിക്കലും ഈ ഒരു ട്രെയിൻ മിസ് ചെയ്യാൻ പാടില്ല കേട്ടോ. ഇനി നമുക്ക് ട്രെയിനെ പരിചയപ്പെടാം. ഫ്രണ്ട്സ്, ഇതാണ് ട്രെയിൻ നമ്പർ 174-22 കൊല്ലം തിരുപ്പതി എക്സ്പ്രസ്. ആഴ്ചയിൽ ബുധൻ ശനി ദിവസങ്ങളിലായി മാത്രം സർവീസ് നടത്തുന്ന ട്രെയിൻ കൊല്ലം ജംഗ്ഷനിൽ നിന്നും രാവിലെ 10:45 പുറപ്പെട്ട് തൊട്ടടുത്ത ദിവസം രാവിലെ 3:25 തിരുപ്പതി വരെ സർവീസ് നടത്തുന്ന ഒരു അടിപൊളി ട്രെയിനാണിത്. രാവിലെ 10:45 കൊല്ലം ജംഗ്ഷനിൽ നിന്നും പുറപ്പെടുന്ന ട്രെയിന് പിന്നീട് സ്റ്റോപ്പുകളുള്ളത് 11:20 കായംകുളം ജംഗ്ഷൻ, 11:30 മാവേലിക്കര, 11:45 ചെങ്ങന്നൂർ, 11:55 തിരുവല്ല, 12:05 ചങ്ങനാശ്ശേരി, 12:25 കോട്ടയം, 1:35 എറണാകുളം ടൗൺ, 2:05 ആലുവ, 3 മണിക്ക് തൃശ്ശൂർ, വൈകിട്ട് 5 മണിക്ക് പാലക്കാട് ജംഗ്ഷനിലെ ട്രെയിൻ എത്തിക്കഴിഞ്ഞാൽ ഈ ഒരു ട്രെയിന് കേരളത്തിൽ സ്റ്റോപ്പുകൾ കഴിഞ്ഞിരിക്കുകയാണ്. പിന്നീട് 6:30 കോയമ്പത്തൂർ ജംഗ്ഷനിലാണ് സ്റ്റോപ്പ്. അത് കഴിഞ്ഞാൽ 7:20 തിരുപ്പൂർ, 8:25 ഈറോഡ് ജംഗ്ഷൻ, രാത്രി 9:30 സേലം ജംഗ്ഷൻ, രാത്രി 11:50 ജോലാർപേട്ടൈ ജംഗ്ഷൻ, രാത്രി 1 മണിക്ക് കാട്ട്പാടി ജംഗ്ഷൻ, 1:30 ചിറ്റൂര്, വെളുപ്പിനെ 3:25 നമ്മുടെ ട്രെയിൻ തിരുപ്പതിയിലേക്ക് എത്തിച്ചേരുന്നതാണ്. ഈ ഒരു ട്രെയിന് 4 ജനറൽ കമ്പാർട്ട്മെൻറ്റുകളാണുള്ളത്. അതായത് UR അൺറിസർവ്ഡ് ആയിട്ടുള്ള കോച്ചസ് 4 എണ്ണം. ട്രെയിനിൻ്റെ മുൻഭാഗത്ത് 2 പിൻഭാഗത്ത് 2. ട്രെയിനിലത് നമുക്ക് UR എന്ന് കാണാനായി സാധിക്കും. ബോഗിയിൽ സ്ലീപ്പർ കോച്ചസ് വരുന്നത് 8 എണ്ണമാണ്. S1 മുതൽ S8 വരെ ഉണ്ട് സ്ലീപ്പർ കോച്ചസ്. ബോഗിയിൽ ഇങ്ങനെ S1, S2, S3 എന്നൊക്കെ കാണാൻ പറ്റും നമുക്ക്. അതാണ് സ്ലീപ്പർ കോച്ചസ്. പിന്നുള്ളത് AC കോച്ചസ് ആണ്. AC കോച്ചസും ഈ ഒരു ട്രെയിനിൽ മൊത്തത്തിൽ 8 എണ്ണം ഉണ്ട്. അതിൽ തേർഡ് AC ആണ് 6 എണ്ണം. തേർഡ് AC കോച്ചസിൽ നമുക്ക് കാണാൻ B1, B2, B3 അങ്ങനെ അങ്ങ് പോകും. അത് B6 വരെ ഉണ്ട്. അതാണ് തേർഡ് AC. സെക്കൻഡ് AC വരുന്നത് 2 എണ്ണമാണ്. സെക്കൻഡ് ACയിൽ A1, A2 എന്നൊക്കെ പറയുന്നതാണ് സെക്കൻഡ് AC. അങ്ങനെ മൊത്തത്തിൽ 8 AC കോച്ചസ് ഈ ഒരു ട്രെയിനിലുണ്ട്. ഇനി ഇതേ ട്രെയിൻ തന്നെ ട്രെയിൻ നമ്പർ 174-21 ആയിട്ട് ആഴ്ചയിൽ ചൊവ്വയും വെള്ളിയാഴ്ചയുമായിട്ട് തിരിച്ചും സർവീസ് ഉണ്ട്. ട്രെയിൻ നമ്പർ 174-21 ആയിട്ട് തിരുപ്പതിയിൽ നിന്നും ഉച്ചയ്ക്ക് ശേഷം 2:35 പുറപ്പെടുന്ന ട്രെയിൻ 3:30 ചിറ്റൂരെത്തും, 4:35 കാട്ട്പാടി ജംഗ്ഷൻ, 6 മണിക്ക് ജോലാർപേട്ടൈ ജംഗ്ഷൻ, 7:20 സേലം ജംഗ്ഷൻ, രാത്രി 8:15 ഈറോഡ് ജംഗ്ഷൻ, 9:10 തിരുപ്പൂർ, രാത്രി 10:15 കോയമ്പത്തൂർ ജംഗ്ഷൻ, 11:50 പാലക്കാട് ജംഗ്ഷൻ, 12:55 രാത്രി തൃശ്ശൂരും, 1:50 ആലുവയിലും, 2:15 എറണാകുളം ടൗണും, 3:30 കോട്ടയവും, 3:50 ചങ്ങനാശ്ശേരിയും, 4 മണിക്ക് തിരുവല്ലയും, 4:10 ചെങ്ങന്നൂരും, 4:20 മാവേലിക്കരയും, 4:45 കായംകുളം ജംഗ്ഷനും, രാവിലെ 6:20 ട്രെയിനിൻ്റെ ഡെസ്റ്റിനേഷനായ കൊല്ലം ജംഗ്ഷനിലേക്കും ട്രെയിൻ എത്തിച്ചേരുന്നതാണ്. ഞാൻ വീണ്ടും പറയുകയാണ്, ടിക്കറ്റ് കിട്ടാൻ ബുദ്ധിമുട്ടില്ലാത്ത, ഈവൻ നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും, അതായത് കൊല്ലത്ത് നിന്ന് തിരുപ്പതിയിലേക്കാണെങ്കിലും തിരുപ്പതിയിൽ നിന്ന് തിരിച്ച് കൊല്ലം വരെ ആണെങ്കിലും ഈ പറഞ്ഞ സ്റ്റോപ്പുകളൊക്കെ ഉണ്ടല്ലോ കേരളത്തിലെ, അത് എവിടെ തുടങ്ങി എവിടെ അവസാനിക്കട്ടെ, നിങ്ങൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഒരു ട്രെയിൻ തിരുപ്പതി യാത്രയ്ക്ക് ഭയങ്കരമായിട്ട് ഉപകാരപ്രദമാവും. ഉറപ്പായിട്ടും ടിക്കറ്റ് കിട്ടും. നിങ്ങൾ ഇനി എടുക്കുന്ന വെയിറ്റ് ലിസ്റ്റ് ആണെങ്കിൽ പോലും ട്രെയിൻ ഓടുന്ന സമയത്ത് അത് കൺഫേം ആവും. ഇനി നിങ്ങൾ ജനറൽ ടിക്കറ്റ് എടുത്തുകൊണ്ട് ഈ ട്രെയിനിൽ യാത്ര ചെയ്താൽ TTയോട് പോയി സംസാരിച്ച് നിങ്ങൾക്ക് സ്ലീപ്പറിലും AC പോകാനും പറ്റും. കാരണം ഞാൻ പറഞ്ഞല്ലോ, ഇത് തിരുപ്പതി യാത്രക്കാർക്ക് വേണ്ടി മാത്രമുള്ളൊരു ട്രെയിനാണ്.
അതുകൊണ്ട് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതിൽ ടിക്കറ്റ് കിട്ടും, അതിലൊരു സംശയവും വേണ്ട. ഇനി നമുക്ക് ഒരാൾക്ക് ടിക്കറ്റ് ചാർജ് ഞാൻ പറയാം. കൊല്ലത്ത് നിന്നും ആരംഭിക്കുന്നത് കൊണ്ട് കൊല്ലത്ത് നിന്ന് തിരുപ്പതി വരെ ഉള്ളത് പറയാം. ഒരാൾക്ക് ജനറലിന് 260 രൂപയും സ്ലീപ്പറിന് 455 രൂപയും തേർഡ് എ സിക്ക് 1195 രൂപയും സെക്കൻഡ് എ സിക്ക് 1700 രൂപയുമാണ്. ഓക്കെ, അപ്പോൾ ബാക്കി വരുന്ന സ്ഥലങ്ങളൊക്കെ ഇതിലും കുറവായിരിക്കും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഈ ഒരു ട്രെയിനിൻ്റെ പൂർണ്ണമായ വിവരണങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇത് കൂടാതെ ധാരാളം ട്രെയിനുകൾ നമ്മുടെ കേരളത്തിൽ നിന്ന് ഡെയിലി തിരുപ്പതിയിലൊക്കെ പോകാനായിട്ടുണ്ട്. പക്ഷേ അതൊക്കെ ദീർഘദൂര ട്രെയിനുകളാണ്, തിരുപ്പതിയിലേക്ക് വേണ്ടി മാത്രം ഓടുന്ന ട്രെയിനുകളല്ല. അതുകൊണ്ട് ടിക്കറ്റ് കിട്ടാനും ബുദ്ധിമുട്ടാണ്. വെയിറ്റിംഗ് ലിസ്റ്റ് ആണെങ്കിൽ പോലും കൺഫേം ആവാനും പാടാണ്. അപ്പോൾ ഓം നമോ വെങ്കടേശായ, ഓം നമോ ശ്രീനിവാസായ, ഗോവിന്ദ ഗോവിന്ദ.